ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയും കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തേക്ക് പോയ വിവരം നീ മഞ്ജുവിനെ വിളിച്ചറിയിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു ലേഖയെ കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു ദിവസത്തേക്കല്ലേ അവർ പോയിരിക്കുന്നത്, ഇനി സ്ഥിരമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് അവർ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നിൻ്റെ സ്ഥിതി എന്ന് അനന്തു ചോദിക്കുമ്പോൾ മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ വിങ്ങിപ്പൊട്ടുന്നു. മഞ്ജു വീട്ടിൽ പോയി കണ്ണേട്ടനെയും മഹിയെയും വിളിക്കാൻ വേണ്ടി തന്നെയാണ് അവളെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞത്. അങ്ങനെയെങ്കിലും അവർ ഇന്ന് തന്നെ തിരിച്ചു വന്നാലോ എന്ന് ലേഖ പറയുമ്പോൾ കുഞ്ഞ് എൻ്റെയോ നിൻ്റെയോ ചോരയല്ല, അത് നീ മനസ്സിലാക്കണം ലേഖ എന്ന് അനന്ത് പറയുന്നതും ഒരു സ്ത്രീക്ക് കുഞ്ഞിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അത് സ്വന്തം കുഞ്ഞ് തന്നെ ആകണമെന്നില്ല അനന്തുവേട്ടാ. സാധാരണ ഒരു ദിവസം നമ്മൾ അറിയാതെ തന്നെ പെട്ടെന്ന് കടന്നു പോകും. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് 1 മാസത്തോളം നീളം ഉണ്ടാകും. കിടന്നാലും എനിക്കിനി ഉറങ്ങാൻ പറ്റില്ല എന്നെല്ലാം ലേഖ പറയുമ്പോൾ നിൻ്റെ ഈ പോക്ക് അപകടത്തിലേക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കുഞ്ഞിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാമെന്ന് അനന്തു പറയുന്നതും നമുക്കിനി നമ്മുടെ നീലമോളും മാത്രം മതി അനന്തുവേട്ടാ. കണ്ണേട്ടനും മഹിയും നമ്മളെ മനസ്സിലാക്കുന്നവരാണ്, അതുകൊണ്ട് അവർ നമ്മളെ നിരാശരാക്കില്ല എന്നും ലേഖ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ദുർഗ താരാട്ടുപാട്ട് പാടി കുഞ്ഞിനെ ഉറക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതേ സമയത്താണ് മഞ്ജു കയറി വരുന്നത്. ദുർഗയുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് കലിയടക്കാൻ കഴിയുന്നില്ല മഞ്ജുവിന്. തുടർന്ന് താരാട്ടുപാട്ട് പാടിയതൊക്കെ മതി, എൻ്റെ മോളെ ഇങ്ങ് താ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയുടെ മടിയിൽ നിന്നും കുഞ്ഞിനെ എടുക്കുകയാണ് മഞ്ജു. ഇത് കണ്ടുകൊണ്ട് കണ്ണനും മഹിയും വരുന്നുണ്ട്. ലേഖേച്ചിക്കുള്ള വിവരം പോലും നിങ്ങൾ 2 പേർക്കും ഇല്ലാതായല്ലോ കണ്ണേട്ടാ, എന്തിനാ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഇവിടെ നിന്ന് മാറിയത് എന്നെല്ലാം മഞ്ജു ചോദിക്കുമ്പോൾ ഞങ്ങൾ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് കണ്ണൻ പറയുമ്പോൾ ഈ പിഞ്ചു കുഞ്ഞിനോട് പോലും കരുണ കാണിക്കാത്തവരാണ് ഇവിടെയുള്ളവർ. കരുണ ഇപ്പോൾ ഇവിടെയില്ല, പക്ഷേ എൻ്റെ അമ്മ എനിക്കിപ്പോഴും പൂർണ്ണ വിശ്വാസം വന്നിട്ടില്ല എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ അമ്മ കുഞ്ഞിനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ മോളെയും കൂട്ടിക്കൊണ്ട് വന്നത്. ഒരു ദിവസം മാത്രമേ ഞങ്ങളിവിടെ ഉണ്ടാകൂ, നാളെ തന്നെ ഞങ്ങൾ തിരിച്ചു പോകൂ എന്ന് പറയുന്നുണ്ട് മഹി. ഓണം കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് തിരികെ വരും. ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ഇത് അന്യ വീടൊന്നും അല്ലല്ലോ, സ്വന്തം വീടല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ ഇല്ലാത്തവരെ ഏട്ടനും ഏട്ടത്തെയും ഇറക്കി വിടണം. അമ്മ ഇവിടെ നിൽക്കുന്നതിന് ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ ഉണ്ണിയും അവൻ്റെ ഭാര്യയും ഇവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അവളെ മാറി എന്ന് വിശ്വസിക്കുന്ന സമയത്തായിരിക്കും അവൾ തനി നിറം പുറത്തെടുക്കാൻ പോകുന്നത് എന്നും മഞ്ജു പറയുന്നുണ്ട്. തുടർന്ന് ലേഖേച്ചിയാണ് നിങ്ങൾ 2 പേരും കൂടി കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന വിവരം വിളിച്ചു പറഞ്ഞത്. അതാ ഞാൻ ഓടി വന്നത്. ഇവിടെ വന്ന സമയത്ത് അമ്മ കുഞ്ഞിനെ താരാട്ടുപാട്ട് പാടുകയാണ് മടിയിൽ കിടത്തി. കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ ആ കൈ കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് നീളും എന്നെല്ലാം മഞ്ജു പറയുന്നത് കേട്ട് ദുർഗയ്ക്കത് വലിയ വിഷമാവുന്നുണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ മഞ്ജു എന്ന് മഹി പറയുമ്പോൾ അവൾ പറഞ്ഞതിൽ കൂടുതലൊന്നുമില്ല. മോളെ സ്റ്റെപ്പിൽ നിന്നും കരുണ തള്ളിയിട്ട സമയത്ത് സന്തോഷിച്ചവളാണ് ഞാൻ. ഈ കുഞ്ഞ് ജനിക്കരുത് എന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ കോടതിയിലെത്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സ് മാറിയത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അതിലെന്താ ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുന്ന മഞ്ജുവിനോട് നീ മാറിയത് ഞങ്ങൾ വിശ്വസിച്ചില്ലേ എന്ന് കണ്ണൻ തിരിച്ചു ചോദിക്കുന്നതും ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ 2 പേരും ജോലിക്ക് പോകും. ആ സമയത്ത് കുഞ്ഞിന് കൂട്ടായിട്ട് ഉണ്ണിയും കരുണയും അമ്മയും മാത്രമേ ഇവിടെ കാണൂ. അത് കുഞ്ഞിന് ആപത്താണ്. ഇത്രയും പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് ചെല്ലുകയാണ് കേട്ടോ മഞ്ജു. ശേഷം അമ്മ വിഷമിക്കേണ്ട, അവളുടെ ആത്മാർത്ഥത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൾ പറയുന്നത്. അവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞ സമയത്ത് അമ്മ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാൻ ശ്രമിച്ചില്ലേ, അതൊക്കെ അവളുടെ മനസ്സിലുണ്ട് എന്ന്. അതൊക്കെ മാറും. ഇനി അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞായിരിക്കും അമ്മയുടെ ഏറ്റവും വലിയ കൂട്ട്. അതുകൊണ്ട് അമ്മ വിഷമിക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ശേഷം ലേഖ ആള് കൊള്ളാലോ, നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് മഞ്ജുവിനെ വിളിച്ച് പറഞ്ഞു എന്നെല്ലാം മഹി പറയുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ തിരികെ ചെല്ലാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക എന്ന് കണ്ണനെ പറയുന്നു. പിന്നീട് ജാനമ്മ പ്രതാപിനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മോൻ ആകെ വിഷമത്തിലാണ്, ഒരുപാട് പൈസ ആശുപത്രിയിൽ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് കരയുമ്പോൾ 1 ലക്ഷം രൂപയാണ് ഞാൻ അവനെ എണ്ണിക്കൊടുത്തത് എന്ന് പ്രതാപൻ പറയുന്നതും അതൊന്നിനും തികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ വീണ്ടും കരയുന്നു. ഞാൻ പൈസ മുടക്കിയിട്ട് എനിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല, ഇനി ഞാൻ പണം തരണമെങ്കിൽ എനിക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകണം എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് ഞാൻ ആ പിഞ്ചു കുഞ്ഞിനോട് ചെയ്തതെന്ന് ജാനമ്മ പറയുന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പ്രതാപൻ പറയുന്നത്. ആ പൊടിക്കുഞ്ഞിനോട് അങ്ങനെ ഒരു ദ്രോഹം ചെയ്തതുകൊണ്ടാണ് എൻ്റെ മോനെ പാമ്പ് കടിച്ചതെന്ന് ജാനമ്മ വീണ്ടും പറയുന്നുണ്ടെങ്കിലും എന്നെ പറ്റിക്കാൻ നോക്കണ്ട, എന്നെ പറ്റിച്ചതിനുള്ള ശിക്ഷയാണ് അവന് കിട്ടിയത് എന്നാണ് പ്രതാപൻ പറയുന്നത്. തുടർന്ന് മനസ്സില്ലാ മനസ്സോടെ സാറ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു തന്നെ ജാനമ്മ ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിലും പ്രതാപനത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല.
ആ കുഞ്ഞിന് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട്, അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത്. ആശുപത്രിയിൽ നല്ല തുക ചിലവാകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാനമ്മ വീണ്ടും കരയുമ്പോൾ, ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് ഒരു കണ്ടീഷൻ പ്രതാപൻ പറയുമ്പോൾ, ഇനി പഴയതുപോലെ ആ കുഞ്ഞിനെ കൊല്ലാനൊന്നും എന്നോട് പറഞ്ഞേക്കല്ലേ സാറേ എന്ന് ജാനമ്മ പറയുന്നതും, നിങ്ങൾക്കിപ്പോൾ ആവശ്യം നിങ്ങളുടെ മകൻ്റെ ജീവനാണ്. ആ ജീവന് വേണ്ടിയിട്ട് മറ്റൊരു ജീവൻ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യണം എന്ന് തന്നെ പ്രതാപൻ പറയുന്നത് കേട്ട് ധർമ്മസങ്കടത്തിലാവുന്നുണ്ട് കേട്ടോ ജാനമ്മ. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മഹി വരുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇതുപോലൊരു മുഹൂർത്തം കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അത് ശരിയാണ് കണ്ണേട്ടൻ ഒന്ന് നടന്നു കണ്ടാൽ മതി, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെന്ന് മഹി പറയുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യൻ ഞാനാണ്. ഈ വരുന്ന ഓണം നമുക്ക് ഗംഭീരാക്കണം. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞാൻ നടന്നു തുടങ്ങിയതിന് ശേഷം വരുന്ന ആദ്യത്തെ ഓണമാണ്, അത് നമുക്ക് അടിപൊളിയാക്കണമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കരുണയും ഉണ്ണിയും കൂടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് തർക്കത്തിലാവുന്നുണ്ട്. നിൻ്റെ ചേച്ചിയേക്കാൾ മുൻപേ നിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കേണ്ടതല്ലേ, നിൻ്റെ അച്ഛനും മുത്തശ്ശിയും ചേർന്നല്ലേ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്നെല്ലാം പറയുമ്പോൾ, കൂടുതലൊന്നും പറയണ്ട, നിങ്ങളും കണക്കാണെന്ന് പറയുന്നുണ്ട് കരുണയും. കുറച്ചെങ്കിലും എനിക്ക് ആശ്വാസം കിട്ടുന്നത് മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ്. ഇനി അച്ഛൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ മുത്തശ്ശി മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുണ്ടാവുള്ളൂ. ഏതായാലും മുത്തശ്ശി കുടുംബ വീട് വിൽക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോയി താമസിക്കാം എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. ഇതേ സമയത്താണ് പ്രതാപൻ വന്നിട്ട് ജാനമ്മയെ ഞാൻ കണ്ടിരുന്നു എന്നും അവരെ വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവാണെന്നെല്ലാം പറയുമ്പോൾ ഉണ്ണിക്ക് അത് കേട്ട് പുച്ഛം തോന്നുന്നു. അത് കാണുന്ന പ്രതാപൻ, ഞാൻ നിനക്കും എൻ്റെ മോൾക്കും വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്, അതിനെ എങ്ങനെ പുച്ഛിക്കല്ലേ എന്ന് പറയുമ്പോൾ, സ്വന്തം മോളെ പറ്റിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരികയാണെന്ന് പറയുന്നുണ്ട് ഉണ്ണി. തുടർന്ന് ഞാൻ ആണാണെങ്കിൽ ഈ ഓണത്തിന് കണ്ണൻ്റെയും ലക്ഷ്മിയും കരയുന്നത് കാണാമെന്ന് പറയുമ്പോൾ, കാര്യം നടന്നിട്ട് സംസാരിക്കുക, അങ്ങനെയാണെങ്കിൽ അച്ഛനെ ആരും പുച്ഛിക്കില്ല എന്ന് കരുണ പറയുന്നുണ്ട്. തുടർന്ന് ജാനമ്മയെ ആർക്കും സംശയമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് പലതും ചെയ്യാൻ കഴിയും, അവരെ വെച്ച് ഞാനൊരു കളി കളിക്കുമെന്ന് തന്നെ പ്രതാപൻ വീണ്ടും പറയുന്നു. തുടർന്ന് ജാനമ്മയുടെ മകനെക്കുറിച്ച് കരുണ ചോദിക്കുമ്പോൾ, അവൻ്റെ കിഡ്നിയും കരളുമൊക്കെ പോയി എന്നും ആശുപത്രിയിൽ ഒരുപാട് പൈസയൊക്കെ ചിലവാകും എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം അതാണ് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതെന്ന് ഉണ്ണി പറയുന്നതും, എങ്കിൽ നീ ആ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം എടുത്തു കളയാനായിട്ട് ഉണ്ണിയോടായിട്ട് പ്രതാപൻ പറയുന്നതും, എന്നിട്ട് വേണം എന്നെ പാമ്പ് കടിക്കാൻ എന്ന് ഉണ്ണി പറയുന്നു. ഇത് കേൾക്കുന്ന പ്രതാപൻ, നിന്നെ കടിച്ചു കഴിഞ്ഞാൽ ആ പാമ്പ് ചാവോ അതോ നീയോ എന്ന് കളിയാക്കിക്കൊണ്ട് പറയുന്നു. തുടർന്ന് നിനക്കിനി കണ്ണൻ്റെ മുന്നിൽ ജയിക്കണം, മുകളിലേക്കാൾ പോകണമെങ്കിൽ വല്ല സിനിമയിലും പോയി അഭിനയിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ 10 കാശ് ഉണ്ടാക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ കളിയാക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും പലതും പറഞ്ഞ് അവർ തമ്മിൽ പോരടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മേഘനെ കാണാനെത്തുന്ന തോമസ് ഡോക്ടർ, നിങ്ങൾക്ക് തൽക്കാലം വീട്ടിലേക്ക് പോകാമെന്നും ഞാൻ തന്ന കുറിപ്പടി പ്രകാരം വേണം മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കാൻ, അങ്ങനെയാണെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും 1-2 ആഴ്ച കൊണ്ട് ഇയാൾക്ക് നടക്കാൻ പറ്റും, അത് കഴിഞ്ഞ് ഒരാഴ്ച ഇവിടെ വന്ന് കിടക്കണം, അതിനുശേഷം സംസാരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷയെന്നും തോമസ് വൈദ്യൻ പറയുന്നു. ശേഷം കണ്ണൻ്റെ അച്ഛനെ കൊന്നതുകൊണ്ട് എന്തായാലും തനിക്കും പ്രതാപനും ഇനി കുറച്ചു കാലം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ പിന്നെ തൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഇയാളാണ്. നേരായ മാർഗത്തിലൂടെ താൻ കുടുംബം നോക്കിക്കഴിഞ്ഞാൽ, കുടുംബത്തെയും പെങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദൈവം തൻ്റെ കൂടെ നിൽക്കും. തുടർന്ന് ഇയാൾ ഇനി ആയുസ്സിൻ്റെ ഏകദേശം തീരാറാവുന്ന സമയത്ത് മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ഉപദേശം തനിക്ക് തന്നതെന്നും തോമസ് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തോമസ് ഡോക്ടർ പോയതിന് ശേഷം അയാൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇനി കണ്ണനെയും ലക്ഷ്മിക്കും എന്തെങ്കിലും സഹതാപം തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് വേണമെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യും. ആ സാഗറിൻ്റെ കാര്യം തന്നെ നോക്ക്, കണ്ണൻ എന്തുമാത്രം സഹായങ്ങളാണ് സാഗറിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കണം. ഇനി അവരെ തല്ലാനും കൊല്ലാനും നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്ന് കിടക്കേണ്ടി വരും, അതായിരിക്കും മിച്ചമെന്നെല്ലാം മേഘനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വാമൻ. പിന്നീട് കാണിക്കുന്നത് പ്രതാപനും കരുണയും കൂടിയിട്ട് ഉണ്ണിയെ പതുക്കെ പിടിച്ച് നടത്തിക്കൊണ്ട് വരികയാണ്. അങ്ങേർക്ക് നമ്മളോട് എത്ര തന്നെ ശത്രുതയുണ്ടെങ്കിലും ചികിത്സയിൽ വെള്ളം ചേർക്കില്ല എന്നെല്ലാം തോമസ് വൈദ്യനെക്കുറിച്ച് പ്രതാപൻ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് മേഘനയും താങ്ങി പിടിച്ചുകൊണ്ട് വാമൻ വരുന്നത്. ഞങ്ങൾ ഇന്ന് പോവുകയാണെന്ന് പറയുന്നുണ്ട് വാമൻ അവരോടായിട്ട്.
തുടർന്ന് മേഘേട്ടൻ ആരോഗ്യത്തോടെ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു എന്നെല്ലാം കരുണ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവന് നടക്കാനും സംസാരിക്കാനും കഴിയുമെന്നാണ് തോമസ് ഡോക്ടർ പറഞ്ഞത് എന്ന് വാമൻ പറയുന്നു. മോള് വിഷമിക്കേണ്ട, എന്തായാലും ഞാനും ഇയാളും ജയിലിലേക്ക് പോകും. അതുകൊണ്ട് കണ്ണനെയും ലക്ഷ്മിയെയും തകർക്കാൻ കിട്ടുന്ന ഒരവസരം വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ മുതലാക്കിയിരിക്കും എന്ന് തന്നെ വാമൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്